എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ട് ഒരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞപ്പോ ചാവ് നിങ്ങൾ പോയി, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏതായാലും കഴിഞ്ഞ ഒരു മാസം മുമ്പ് സജിനയുടെ ഒരു വീഡിയോയും അതിനനുബന്ധിച്ച് നടന്ന കോലാഹലങ്ങളും നിങ്ങളെല്ലാം കണ്ടതാണ്. അത് കഴിഞ്ഞ് സജിന നൂർ മുഖ്യമന്ത്രിയെ കാണാൻ പോയതുൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലും വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഫിറോസ് ഖാന്റെ മറ്റൊരു വീഡിയോ രംഗത്ത് വന്നതോടുകൂടി സംഗതിയാകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. കാരണം ഫിറോസ് ഖാൻ ശക്തമായ തെളിവുകളുമായിട്ട് തൻ്റെ മുൻ ഭാര്യയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി കുറച്ച് ഭാഗം കൂടി കണ്ട ശേഷം നമുക്ക് വിശദീകരിക്കാം. എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മയും സജിനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവൾ പണി കൊടുത്തായിരുന്നു, ഇവൾ റസൂൽ പൂക്കുട്ടി കൂടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സജിന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. ഇതിൽ ഫിറോസ്, അതായത് നമ്മൾ പൊളി ഫിറോസ് എന്ന് പറയുന്ന ഫിറോസ് ഖാന് തൻ്റെ ഡൈവോഴ്സും അത് കഴിഞ്ഞ് തൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം ആരോപിച്ച മാതിരി താനാണ് അവിഹിത ഗർഭം ഉണ്ടാക്കി എന്നുള്ള പരാമർശവുമായി രംഗത്ത് വന്നതും അതിനെതിരെ മുഖ്യമന്ത്രിയുടെ അടുക്കൽ പരാതിക്ക് പോയതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെളിവ് സഹിതം നിരത്തുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസവും അതിൻ്റെ രണ്ടാം ഭാഗമായി ഇന്ന് ഈ വീഡിയോയിലും കാണിക്കുന്നത്. അപ്പോൾ മുമ്പ് കേട്ട സൗണ്ട് നിങ്ങൾക്ക് പരിചയമായിരിക്കുമല്ലോ. ഫിറോസ് ഖാൻ്റെ ഭാര്യയായിരുന്ന വ്യക്തിയുടെ ഓഡിയോ സൗണ്ടാണ് നിങ്ങൾ കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഫിറോസ് ഖാൻ പറയുന്നത് തൻ്റെ ഭാര്യയും മറ്റൊരാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഓഡിയോ റെക്കോർഡ് തൻ്റെ കൈവശമുണ്ടെന്നും അത് തൻ്റെ ഭാര്യ അവരുടെ സേഫിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ച് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്തതാണെന്നും അത് അവർ മുഖാന്തരം തൻ്റെ കയ്യിൽ എത്തിയതെന്നുമാണ് ഫിറോസ് ഖാൻ പറയുന്നത്. അപ്പം സജിനയുടെ ആ ഓഡിയോ ക്ലിപ്പ് ഫിറോസ് ഖാൻ്റെ കയ്യിലുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഈ സംസാരിച്ചെല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ, അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാ. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ, ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തൊരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെയാണ് ഈ നടക്കുന്നത്. കാരണം ഇതിനകത്ത് കേൾക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫിറോസ് ഖാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതും ഫിറോസ് ഖാൻ്റെ ആരോപണത്തിലുണ്ടായിരുന്നതുമായ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇതിനകത്ത് മൂന്നാമത്തെ കഥാപാത്രമായിട്ട് റസൂൽ പൂക്കുട്ടിയാണ് ഉള്ളത്. അതായത് പൂക്കുറ്റി ഇപ്പോൾ ഒരു പരിപാടിയില്ല, പൂക്കുറ്റി വിട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി സത്യം. കാരണം ഇതിലെ ഭീഷണി സ്വരം മുഴുവൻ റസൂൽ പൂക്കുട്ടിക്കെതിരെ റെക്കോർഡ് ചെയ്തു വെച്ച സൗണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സജിന കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഫിറോസ് ഖാനാണ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുന്നതെന്നും തൻ്റെ അവിഹിത ഗർഭം പുറത്തു കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ ഡയറക്റ്റായിട്ട് ഭീഷണിയുടെ സ്വരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാം. ബ്ലാക്ക് മെയിലിംഗ് എങ്ങനെയെന്ന് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പഠിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം.
അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം? എൻ്റെ അമ്മോ, ഇതും നമ്മൾ കേൾക്കേണ്ടി വരും. അതായത് ഇവരൊരുമിച്ച് ഹോട്ടൽ വിവാന്തയിൽ പോയിരുന്ന കഥ വരെയാണ് ഓപ്പണായിട്ട് ഈ ഫോണിൽ കൂടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഇവരുടെ മക്കളുടെയൊക്കെ ഒരവസ്ഥയൊന്ന് നോക്കിക്കോണേ. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കേട്ടു നോക്കാം. എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി, ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കേൾക്കുന്ന സൗണ്ട് ഫിറോസിന്റെ ആണെന്ന് മനസ്സിലാവും. ഇത് ഫിറോസുമായിട്ടാണ് സംസാരിക്കുന്നത്. മറ്റേത് റസൽ പൂക്കുട്ടിയുമായിട്ടുള്ള സംസാരമായിരുന്നു. ഇത് ഫിറോസുമായിട്ടുള്ള സംസാരമാണ് ഇനിയും കേൾക്കുന്നത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി? ശരി സജന ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ? എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഫിറോസിനെതിരെ. അപ്പോൾ ഇതിൽ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് റെക്കോർഡ് കാണിച്ചിരിക്കുന്നത്. ഫിറോസ് ഖാൻ ഇതെല്ലാം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിറോസ് ഖാനോട് സംസാരിക്കുന്ന സജന നൂറിന്റെ സംസാരം ശരിക്കും ഏതൊരു മനുഷ്യനും കേട്ടിരിക്കേണ്ടതാണ്. കാരണം എത്ര റൂഡായിട്ടും എത്ര ഇഗ്നോർ ചെയ്തുമാണ് അവർ സംസാരിക്കുന്നത്. തനിക്ക് കാശാണ് വേണ്ടിയതെന്നും കാശ് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളെന്നും അതിന് താൻ എന്ത് ചെയ്യുമെന്നാണ് ഇവർ ഈ ഓഡിയോയ്ക്കകത്ത് പറഞ്ഞു കേൾക്കുന്നത്. ഇതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പം ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൽ പൂക്കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടാക്കണം. കാരണം പുള്ളി ലൈഫ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ട് ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയോ? ഡൈവോഴ്സ് ആയിട്ടില്ല. നിങ്ങളിപ്പോഴും എൻ്റെ ഭാര്യയാണോ? മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്താൽ ഇനി സജിനയെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനയെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയാൻ തുടങ്ങുന്നു, ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെതായ രീതിയിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ഞാനിവിടെ വരും. ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നോമ്പും ഇതാക്കിയിട്ട് ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രോഗം ഉണ്ടാകും. മനസ്സിലായി? 100% ഈ പറയാം. എൻ്റെ മോനെ കുറിച്ച് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എൻ്റെ മോനെ കുറിച്ച് ഞാൻ എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ. അല്ല, ഞാൻ നല്ല വിശ്വാസം, അത് സഹോദരങ്ങൾ അങ്ങോട്ടും വിശ്വാസം തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യം ഞാൻ കൊല്ലത്തിന് ഇവിടം വരെ വന്ന് ചർച്ച ചെയ്തു. ചെറിയ റോൾ ഉണ്ടായിരുന്നു. അത് അവര് അടുപ്പം വെച്ചോ സ്നേഹം വെച്ചോ ചിലപ്പോൾ ചുടി എന്ന് കാണുമായിരിക്കും. എനിക്ക് പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേറൊന്നുമില്ല. എനിക്ക് വന്ന കാര്യം പോട്ടെ. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ തകർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മാന്യമായിട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തുമാത്രം എൻ്റെ മനവും വിഷമം മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലും മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വേണം. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി മുന്നോട്ട് സജനയുമായിട്ടുള്ള ബന്ധം പോകത്തില്ല. നമ്മൾ അത്ര വലിയ ആളല്ല, എല്ലാവരും അത്ര വലിയ ആളല്ല. മനസ്സിലായി? ഇനി അങ്ങോട്ട് തുടർന്ന് വേറെ ഒരു ഡിമാൻഡ് തുടർന്ന് ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം നമ്മളൊരിക്കലും ഒരു കുടുംബം തകർക്കാനോ മൈനസാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാനിവിടെ വരാനുള്ള അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. ഇത് ഇദ്ദേഹമാണ് താരം എന്നുള്ളത്
എൻ്റെ അള്ളാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നൊരു മീഡിയ അത് പറഞ്ഞിട്ടില്ല, ഞാൻ പക്ഷേ നാളെ അത് പറയേണ്ടി വരും. ഇതോടെ നിർത്തിച്ചാൽ മതി. ദൈവമേ, ഇത്ര ഗതികെട്ടവൻ ലോകത്ത് വേറെ ആരുണ്ട്? കാരണം നമ്മൾ സിനിമയ്ക്കകത്തും ഈ കോമഡി ഷോയ്ക്കകത്തും ഒക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇത്ര ഗതികെട്ടവന്റെ അവസ്ഥ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാമുകന്റെ വീട്ടിൽ ചെല്ലുന്നതും വീട്ടിലെ സഹോദരങ്ങളോട് പറയുന്നതുമാണ് തന്റെ ഭാര്യ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. ഈ ഫിറോസിനെ നമിച്ചേ പറ്റൂ. കാരണം ഫിറോസിന്റെ സ്വഭാവം പുറത്ത് കണ്ടിരുന്നതൊക്കെ ഇപ്പം കൊല്ലും, വിട്ടൊന്ന് മുറി 2 എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ഓഡിയോയ്ക്കകത്ത് കാണുന്ന തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി എങ്ങനെയും തൻ്റെ ഭാര്യയെ ഒന്ന് വിട്ടുകിട്ടണമെന്ന് കാമുകൻ്റെ വീട്ടിൽ പോയി അപേക്ഷിക്കുന്ന ഫിറോസിൻ്റെ ആ ഗതികേട്. അവരോട് പറയുന്നത് തൻ്റെ നോയമ്പ് കാലത്ത് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി എൻ്റെ കഷ്ടകാലം കൊണ്ടാണ് താൻ ഇവിടെ എത്തുന്നതെന്ന് നിങ്ങൾ റസൂലിനോട് പറയണം, വിട്ടുകൊടുക്കണമെന്ന്. അപ്പം റസൂലിൻ്റെ സഹോദരങ്ങൾ പറയുന്ന മറുപടിയാണ് അതിലും രസം. അവരുടെ മക്കളെ പോലും അത്ര വിശ്വാസമില്ലെന്നും തൻ്റെ സഹോദരനെ അത്ര വിശ്വാസമാണെന്നും അവൻ ഒരിക്കലും അങ്ങനെ പോകത്തില്ലെന്നും അവന് ഭാര്യയും പിള്ളേരുമാണ് ഫസ്റ്റ് എന്നുമൊക്കെയാണ്. ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാനല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഒരു വയസ്സ് ഗതികെട്ടവൻ തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടാനിരുന്നു, മറുവശത്ത് പറയുന്നത് തൻ്റെ സഹോദരൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, തൻ്റെ സഹോദരന് ഭാര്യയും മക്കളുമാണ് പ്രധാനമെന്ന്. അതേസമയം തന്നെയാണ് റസൂൽ പൂക്കുട്ടിയുടെ സുന്ദരമായ സൗണ്ട് സജനയുമായിട്ട് ചേർത്ത് ഫിറോസ് ഖാൻ ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ സഹോദരങ്ങൾ കാണുമ്പോൾ എന്ത് വിചാരിക്കുമോ ആവും. അപ്പം അവസാനമായി ഫിറോസിൻ്റെ സംസാരം കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. കാരണം ഇവന് പല പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരു പെണ്ണോട്ടവും പ്രണയത്തിലാണ്. ഓരോ ജില്ലയിലോരോ ലേഡീസ് ഉണ്ട് ഇവന്. ഇത് കേരളത്തിൽ മാത്രം സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്, അന്ന് ഫ്രണ്ട് നിരയിൽ സജിനെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി. ഇതെല്ലാ പ്രോസസ്സുകളും 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, പറ്റ ആണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ ഈ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അത് ഒരുപക്ഷെ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. അതിലെ ഒരു ഇരയാണ്. വീണ്ടും അതേ വർത്തമാനം തന്നെ പറയേണ്ടി വരികയാണ്. കാരണം ഒരു ഗതികെട്ടവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. കാമുകൻ്റെ സഹോദരങ്ങളുടെ അടുക്ക പോയി പറഞ്ഞ അതേ പുള്ളി വീണ്ടും ഭാര്യയുടെ കാമുകനെ തേടി ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ലെന്നും അവസാനം ചലച്ചിത്രോത്സവത്തിൽ ഇദ്ദേഹം അവിടെ പൊങ്ങി നിൽക്കുമ്പോൾ അവിടെ ചെന്ന് കണ്ടുപിടിച്ചുവെന്ന് പറയുക മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് സൈഡിൽ കാണാം. അവിടെ വെച്ച് മുടി വളർത്തിയ ഫിറോസ് ഖാൻ ആ ചെല്ലുന്ന സ്റ്റേജിൻ്റെ സന്ദർഭം ഉൾപ്പെടെ ഒരു ഗതിയോട് നോക്കിയാണ് ഭാര്യയെ വിട്ടുകിട്ടാൻ വേണ്ടി ചലച്ചിത്ര അക്കാദമിയുടെ സ്റ്റേജ് വരെ കയറിയ ആ ഫിറോസ് ഖാൻ്റെ അവസ്ഥ. ഫിറോസ് ഖാൻ ശരിക്കും സംസാരമൊക്കെ ഭയങ്കര സംഭവമാണെന്ന രീതിയിലാണേലും ഉള്ളുകൊണ്ട് വെറും പാവമാണെന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത്. കാരണം ഇപ്പോഴും വാഗോണ്ട് വർത്താനം പറയുന്നത് വലിയ വലിയ ഡയലോഗുകൾ അടിച്ചാണ്. പക്ഷെ ഉള്ളിലൊന്നും ഇല്ലെന്നും വെറും ഭാവത്താനാണെന്നും പുള്ളിയുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ പുള്ളിയെ കേരളത്തിലെ ഒരുവിധപ്പെട്ട ഫിറോസിനെ അറിയാവുന്നവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും ഓപ്പോസിറ്റായ ഒരു സ്വഭാവ രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. അതിലെ ഒരു ഇരയാണ്. ഒരുപാട് ഇരകളുണ്ട് എങ്കിലും നമ്മൾ ഒരു ചെറിയൊരു വാർത്തയിനിടയ്ക്ക് കണ്ടിരുന്ന ഒരു BMW സജിനയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന് 8 ലക്ഷം 8.5 ലക്ഷത്തിന് കൊണ്ട് മേടിച്ചു കൊടുത്തില്ല, ബാക്കി 1 ലക്ഷം സംതിങ് അങ്ങോട്ട് കൊടുക്കാതെ പറ്റിച്ചു. അങ്ങനെ ഇവരെ സ്ഥിരം വിളിക്കുമ്പോഴത്തേക്ക് അവനെ വരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ട് ആ വണ്ടി അവൻ വന്ന് എടുത്തുകൊണ്ട് പോയി. കാരണം ഒബ്വിയസ്ലി കാശ് ആകെപ്പാട് ചെറിയ ലാഭം അവന് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ആ 1 ലക്ഷത്തി സംതിങ് പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ റസൂലിൻ്റെ ക്രിമിനൽ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവൻ ആ കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൽ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ഇയാൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് മോഷണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് 14 ദിവസം ആ 2 പേര്, അതായത് ഒരു അൻവറും കൂടെ ഡ്രൈവറായിട്ട് വന്ന ആളും 14 ദിവസം ജയിലിലായിരുന്നു. എന്നിട്ട് ഇവർ എല്ലാ ആഴ്ചയും ഇപ്പം വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം സ്റ്റേഷനിൽ. അതിലൊരാൾ അയാളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞ് ഗൾഫിൽ പോകേണ്ടുള്ള ആളായിരുന്നു. അയാളുടെ ലൈഫ് നശിപ്പിച്ച്. ഇതൊക്കെ ഇവർക്കൊരു രസമാണ്.
അപ്പോൾ അവസാനം സഹികെട്ട ഭർത്താവ് കാമുകന്റെ സ്വഭാവവിശേഷവും പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം പൂക്കുറ്റിയും മോശമൊന്നുമല്ലെന്നും പൂക്കുറ്റി ജയിക്കാൻ വേണ്ടിയും തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും കാണിക്കുമെന്നും അതിനുള്ള ഒരു ഉദാഹരണവും സഹിതമാണ് ഫിറോസ് ഖാൻ ഇവിടെ പറയുന്നത്. സജനയ്ക്ക് കാറ് മേടിച്ചു കൊടുത്ത കഥ വരെ നമ്മളെ ഈ വീഡിയോയിലൂടെ ഫിറോസ് പറഞ്ഞു ധരിപ്പിക്കുന്നുണ്ട്. BMW മേടിച്ച് സജനയ്ക്ക് കൊടുത്തത് പൂക്കുറ്റിയാണെന്നും അത് മേടിച്ച വകയിൽ 1 ലക്ഷം കൊടുക്കാനുള്ളവനോട് കാശ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്വർണം അതിനകത്ത് ഉണ്ടായിരുന്നുവെന്നും അത് മോഷണം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് BMW വിറ്റവന്മാരെ പിടിച്ച് അകത്താക്കിച്ചെന്നും ആണ് ഫിറോസ് പറയുന്നത്. ഫിറോസ് ഏതായാലും ഇവരുടെ എല്ലാം ചീറ്റ് കീറിക്കൊണ്ടാണ് തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടപ്പോൾ ഈ വീഡിയോകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവും രംഗത്ത് വരുമോ എന്ന് കണ്ടറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.